കൊച്ചു കൂട്ടുകാരെ വായനയുടെയും വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിൽ ഇത്തവണ മലയാളികളുടെ പുസ്തക സ്റ്റാളുകളുമുണ്ട്. ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവത്തിൽ ഇത്തവണ ലോകത്തിന്റെ പല രാജ്യങ്ങളിലുള്ള പ്രസാധകർക്കൊപ്പം കേരളത്തിൽ നിന്നും നിരവധി പ്രസാധകരും എത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിറസാന്നിധ്യമായ കോഴിക്കോട്ടെ ലിബി പബ്ലിക്കേഷൻസ് ഇത്തവണ ആദ്യമായി കുട്ടികളുടെ വായനോത്സവത്തിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. 15ാമത് ഷാർജ ഇന്റർനാഷണൽ ചിൽഡ്രൻ ബുക്ക് ഫെസ്റ്റിവലിൽ ആദ്യമായിട്ടാണ് ലിബി പബ്ലിക്കേഷൻസ് ഇത്തവണ പങ്കെടുക്കുന്നത്. ധാരാളം പുതിയ പുസ്തകങ്ങൾ ലിബി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിരവധി ഇംഗ്ലീഷ് പുസ്തകങ്ങളും മലയാള പുസ്തകങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ ഇന്ത്യൻ സ്കൂളുകളിൽ ധാരാളം വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇംഗ്ലീഷ് ബുക്കുകളോടൊപ്പം നിരവധി മലയാളം ബുക്കുകളും വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോടും ദുബായിലും ബ്രാഞ്ചുകളുള്ള മാക്ബത്ത് പബ്ലിക്കേഷൻ ഇത് 2ാം വർഷമാണ് ഷാർജ അന്താരാഷ്ട്ര വായനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെയും നിരവധി ഇംഗ്ലീഷ് മലയാളം ബുക്കുകൾ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും സ്കൂളുകളും കുട്ടികളും എല്ലാവരും കൂടി വന്ന് ഒരു വലിയ ആഘോഷമാവാൻ സാധ്യത കാണുന്ന ഒരു ഫെസ്റ്റ് തന്നെയാണ് ഷാർജ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് പുസ്തകോത്സവം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് നമുക്ക് സെയിലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എല്ലാ ദിവസവും സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. അവർ വരികയും പുസ്തകം വാങ്ങുക എന്നത് മാത്രമല്ല, പുസ്തകം നോക്കുക, പിന്നെ മാത്രമല്ല ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയാസിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഫെസ്റ്റ് വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഫെസ്റ്റ്, അവർക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ലേണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സ്റ്റാളുകൾ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രം ഉള്ള ഇവിടുത്തെ ഷാർജ ഭരണാധികാരിയുടെ പ്രത്യേകത കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ന്. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് ഭരണാധികാരി വഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു.